PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാബ് അസിസ്റ്റൻ്റ് മാരത്തോൺ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 15 ഡേയിലേക്കുള്ള മാരത്തോൺ വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാരത്തോൺ വീഡിയോയുടെ സെറ്റിൽ ഓൾറെഡി ഒരു വീഡിയോ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണോട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണുക, വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, അതുപോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, വീണ്ടും നമ്മൾ തുടരുന്നതായിരിക്കും. അപ്പോൾ ഈ 50 ഡേ ചലഞ്ചാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കേരള ചരിത്രത്തിലെ സിലബസിലെ കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ നവോത്ഥാന നായകന്മാരും മലയാളി മെമ്മോറിയലിനെ കുറിച്ചും ഈഴ മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്രയും ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റാണ് ചെയ്തു നോക്കാൻ പോകുന്നത് കേട്ടോ. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള മുഴുവൻ പ്രീവിയസ് ഇയറും PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ പ്രീവിയസ് ഇയർ നമ്മൾ ചെയ്തു നോക്കാൻ പോവുകയാണ്. അപ്പോൾ ലാബ് അസിസ്റ്റൻറ്റിന് വേണ്ടി പരീക്ഷ എഴുതാൻ പോകുന്ന ജൂൺ 21-ാം തീയതി ലാബ് അസിസ്റ്റൻറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ട് നമ്മൾ സമഗ്രമായി തയ്യാറാക്കിയിട്ടുള്ള SCRT പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്. അപ്പോൾ SCRT പാഠപുസ്തകം പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെ മുഴുവൻ SCRT പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ള 5, 7, 9 ഒക്കെ ഉൾപ്പെടുത്തിയാണ് ചെയ്തെടുത്തേക്കുന്നത്. കൂടാതെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും പ്രീവിയസ് ഇയർ സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. OMR ഷീറ്റ് ഉൾപ്പെടെ നൽകുന്നതായിരിക്കും. അപ്പോൾ മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ലാബ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് മെസ്സേജാണ് ചെയ്യേണ്ടത്. അപ്പോൾ മറക്കണ്ട, നിങ്ങൾക്ക് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചോദ്യം ഉത്തരം എന്ന രീതിയിൽ 11 സെറ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് നല്ല രീതിയിലുള്ള പോർഷൻ കവർ ചെയ്ത് വെക്കാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ വേണ്ടവർ എല്ലാവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യും. മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏത്? കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണത്? വെങ്ങാനൂരാണല്ലേ. ഏതാണ്? വെങ്ങാനൂരാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും അയ്യങ്കാളിയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവാണ് ആര്? അയ്യങ്കാളി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? വെങ്ങാനൂരാണ്. ഇനി സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ച് നേതൃത്വം നൽകിയതാണ്. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആരാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. ആരാണ്? അയ്യങ്കാളിയാണ്. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 3 ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു അത്. ഇനി അയ്യങ്കാളി ജനിച്ചതെന്നാണ്? അയ്യങ്കാളി ജനിച്ചത് എപ്പോഴും തന്നെ ചോദിക്കാറുള്ള ചോദ്യമാണ് കേട്ടോ. അയ്യങ്കാളി ജനിക്കുന്നത് 1863 കേട്ടോ. 1863 ഓഗസ്റ്റ് 23-ാം തീയതിയാണ് അയ്യങ്കാളി ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തിൻ്റെ പേരെന്താണ്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വെങ്ങാനൂരാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്തിൻ്റെ പേരെന്താണ്? വെങ്ങാനൂരാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. വെങ്ങാനൂർ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ ഈ വെങ്ങാനൂർ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ജന്മഗ്രഹം ചോദിക്കുകയാണെങ്കിൽ പ്ലാവത്തറ വീടാണ് കേട്ടോ. പ്ലാവത്തറ വീട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാല്യകാലനാമം കാളി എന്നതാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ബാലകാലനാമം കാളി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ 1863 ഓഗസ്റ്റ് 28-ാം തീയതി ജനനം. പ്ലാവത്തറ വീടെന്നാണ് വീട്ടുപേര്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. അതുപോലെ ബാല്യകാലനാമം എന്ന് പറയുന്നത് കാളി എന്നാണ് കേട്ടോ. അതും കൂടെ നിങ്ങളൊന്ന് ബേസായിട്ട് ഓർത്തിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഇത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലായിരുന്നു. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 5 ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നത്. മറ്റൊന്ന്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ ഈ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പൊല്ലു കുരിപ്പിക്കും. ആരുടെയാണ് ഈ ഒരു പ്രഖ്യാപനം? ആരുടെയാണ്? ഞങ്ങളുടെ കുട്ടിക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ ഈ കാണായ പാഠങ്ങളിലെല്ലാം ഞങ്ങൾ മുട്ടിപ്പൊല്ലു കുരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് ആര്? അയ്യങ്കാളി. ഗാന്ധി ബോർഡ് LDC പ്രിലിം സ്റ്റേജ് 1 2023 ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ അത്. അയ്യങ്കാളിയാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ ഈ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, 1909
അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂരാണ്. വെങ്ങാനൂർ എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലാണ് വെങ്ങാനൂർ സ്ഥിതി ചെയ്യുന്നത്. വെങ്ങാനൂരിൻ്റെ പ്രത്യേകത എന്താ? അയ്യങ്കാളിയുടെ ജന്മസ്ഥലമാണ് വെങ്ങാനൂർ. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 1 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ ഇത്. അടുത്തത്, വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയത്. എന്നാണ് ഈ വില്ലുവണ്ടി സമരം നടക്കുന്നത്? 1893 കേട്ടോ. ഒന്ന് ഓർത്തിരിക്കണേ, 1893 വില്ലുവണ്ടി സമരം നടക്കുന്നത്. എവിടെ മുതൽ എവിടെ വരെയാണ് വില്ലുവണ്ടി സമരം നടന്നത്? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ. എവിടെ? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരത്തിൽ വരെയാണ് ഈ ഒരു വില്ലുവണ്ടി സമരം നടന്നിട്ടുള്ളത്. അതുപോലെ വില്ലുവണ്ടി സമരം നടത്തിയത് വർഷം 1893. എന്തിനു വേണ്ടിയാണ് വില്ലുവണ്ടി സമരം നടത്തിയിട്ടുള്ളത്? പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയൊരു സമരമാണ്. അതും 1893. അതായത് അത്രയും പൊതുവഴി കൂടെ സാധാരണ ജാതിയിൽപ്പെട്ടൊരു വ്യക്തി നടന്നു കഴിഞ്ഞാൽ അത്രയും വലിയ ശിക്ഷ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന കാലത്ത് ആ അയിത്തങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് വില്ലുവണ്ടിയിൽ ആ ഒരു വഴി മദ്യം നടന്ന് അതിനൊക്കെ ഈ തരത്തിലുള്ള അസമത്വങ്ങളൊക്കെ വെല്ലുവിളിച്ച ഒരു പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അതും എത്രയോ വർഷങ്ങൾ പുറകിലേക്കാണ് നിങ്ങൾ ഓർത്തു നോക്കി. 1890 ഇപ്പം തന്നെ പഠിച്ചേ. എന്നാൽ 1893 വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് അദ്ദേഹം വില്ലുവണ്ടി യാത്ര നടത്തിയത്. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടി സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ നിന്നാണ്? വെങ്ങാനൂരിൽ നിന്നാണ്. വെങ്ങാനൂർ ടു എവിടെ വരെയായിരുന്നു? കവടിയാർ കൊട്ടാരം വരെയായിരുന്നു. കവടിയാർ കൊട്ടാരം വരെയാണ് അദ്ദേഹം വില്ലുവണ്ടി യാത്ര നടത്തിയത്. അടുത്ത ചോദ്യം, കല്ലുമാല സമരം നയിച്ചത് ആരാണ്? കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. യൂണിവേഴ്സിറ്റി LGS പ്രിലിം സ്റ്റേജ് 2 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കല്ലുമാല സമരം നയിച്ചത് ആരാണെന്ന്. ആരാണ് കല്ലുമാല സമരം നയിച്ചത്? അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നയിച്ചിട്ടുള്ളത്. കല്ലുമാല സമരം നടന്ന വർഷം എന്നാണ്? 1915 കല്ലുമാല സമരം നടക്കുന്നത്. എന്നാണ്? 1915. ഈ ഒരു കല്ലുമാല സമരത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? പെരുന്നാട്ടു ലഹള. എന്താണ്? പെരുന്നാട്ട് ലഹള എന്ന പേരിലും എന്തറിയപ്പെടുന്നുണ്ട്? ഈ ഒരു പെരുന്നാട്ട് ലഹള എന്ന പേരിലും എന്തറിയപ്പെടുന്നുണ്ട്? ഈ കല്ലുമാല സമരം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കല്ലുമാല സമരം നടന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നാടാണ് കല്ലുമാല സമരം നടന്നത്. പെരുന്നാട് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് കേട്ടോ പെരുന്നാട്. എവിടെയാണ്? കൊല്ലം ജില്ലയിൽ. എന്താണ് ഈ കല്ലുമാല സമരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിന്നോക്ക ജാതിക്കാർക്ക് വസ്ത്രം ആഭരണത്തിനായി സംഘടിപ്പിച്ച കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ്. അത് പിന്നോക്ക ജാതിപ്പെട്ടവർക്ക് എന്താണ്? ആഭരണത്തിനായി സംഘടിപ്പിച്ച കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവാണ്. പണ്ട് കാലത്ത് എങ്ങനെയാണ്? താഴ്ന്ന ജാതിപ്പെട്ടവർ ഭയങ്കര വെയിറ്റുള്ള ആഭരണങ്ങളൊക്കെ ധരിക്കണമായിരുന്നു. അപ്പോൾ അതിനെതിരെ നടന്നൊരു പ്രക്ഷോഭമാണിത് കല്ലുമാല സമരം എന്ന് പറയുന്നത്. ഇനി വസ്ത്രധാരണ രീതിയിലും നിയന്ത്രണത്തിൽ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? അയ്യങ്കാളി. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ് സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത്. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 2 യൂണിവേഴ്സിറ്റി LGS പ്രിലിം സ്റ്റേജ് 5 ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണെന്ന്. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രത്തിൻ്റെ പേരെന്താണ്? സാധുജന പരിപാലിനി എന്നാണ് കേട്ടോ. എന്താണ്? സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രത്തിൻ്റെ പേര് സാധുജന പരിപാലിനി എന്നതാണ്. എന്നാണ് ഈ സാധുജന പരിപാലിനി ഇറങ്ങിയത്? 1913 കേട്ടോ. 1913. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലിനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായിട്ട് അറിയപ്പെടുന്ന ഏത് തന്നെയാണ്? സാധുജന പരിപാലനിയാണ്. സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ചത് ചങ്ങനാശ്ശേരിയിലെ സുദർശന പ്രസ്സിൽ നിന്നാണ് കേട്ടോ സാധുജന പരിപാലനി പ്രസിദ്ധീകരണം ആരംഭിച്ചത്. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രത്തിൻ്റെ പേരാണേത്? സാധുജന പരിപാലിനി എന്ന് പറയുന്നത്. ഇനി ഈ സാധുജന പരിപാലന സംഘത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. സാധുജന പരിപാലന സംഘം രൂപീകൃതമായത് എന്നാണ്? സാധുജന പരിപാലന സംഘം രൂപീകൃതമായത് 1907 സാധുജന പരിപാലന സംഘം രൂപീകൃതമായത്. ഇനി സാധുജന പരിപാലന സംഘം രൂപീകൃതമാകാൻ ഈ ഒരു പ്രചോദനമായിട്ടുള്ള സംഘടന ചോദിക്കുകയാണെങ്കിൽ SNDP ആണ് കേട്ടോ.
ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ഇന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സാധുജന പരിപാലിനി 1907 അയ്യങ്കാളി സ്ഥാപിക്കുന്നത്. SNDP സ്ഥാപിച്ചാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഏത് വർഷം? 1903 അപ്പോൾ 1903 SNDP രൂപീകരിക്കുന്നത്. അപ്പോൾ SNDPയുടെ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ടാണ് 1907 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നത്. ഇനി എന്നായിരുന്നു സാധുജന പരിപാലന സംഘം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹ്യ പ്രസ്ഥാനമാണ്. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യവും സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹ്യ പ്രസ്ഥാനമാണ് ഏത്? സാധുജന പരിപാലിനി എന്ന് പറയപ്പെടുന്നത്. ഇനി അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തി. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് വില്ലുവണ്ടി സമരം നടത്തി 1915. പ്രസ്താവന ശരിയാണോ? തെറ്റാണല്ലേ. വില്ലുവണ്ടി സമരം 1915 നടന്നത്? അല്ല. വില്ലുവണ്ടി സമരം നടന്നത് എന്നാണ്? 1890. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നല്ലേ എന്നാണ്? 1893 വില്ലുവണ്ടി സമരം നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രസ്താവന എന്ത് തന്നെയാണ്? തെറ്റാണ്. കല്ലുമാല സമരം നടത്തിയത് 1893. കല്ലുമാല സമരം നടത്തിയത് 1893 അല്ല. എന്നാണ് കല്ലുമാല സമരം നടത്തിയത്? 1915 കല്ലുമാല സമരം നടത്തിയത്. 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ഗാന്ധിജി അയ്യങ്കാളിയെ സന്ദർശിച്ച വർഷം എന്നാണ്? 1937. പ്രസ്താവന ശരിയാണ്. പുലയ രാജ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതും നമ്മുടെ ഗാന്ധിജി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അതുകൊണ്ട് ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ 3ഉം 4ഉം പ്രസ്താവന ശരിയായതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഗാന്ധി ബോർഡ് LDC പ്രിലിം സ്റ്റേജ് 3 ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു കേട്ടോ അത്. ചുവടെ നൽകുന്ന പ്രസ്താവനകൾ ഇന്ന് മഹാത്മാ അയ്യങ്കാളിക്ക് അനുയോജ്യമായ മാത്രം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു ആണോ? അല്ല, തെറ്റാണ്. കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ശരിയാണ്. സാധുജന പരിപാലന യോഗത്തിന് രൂപം കൊടുത്തു. ശരിയാണ്. 1ഉം 3ഉം പ്രസ്താവനയാണ് ശരി. 2ഉം 3ഉം പ്രസ്താവനയാണ് ശരി. കല്ലുമാല പ്രക്ഷോഭം സംഘടിപ്പിച്ചു. സാധുജന പരിപാലന യോഗത്തിന് രൂപം കൊടുത്തു. 1ഉം 3ഉം പ്രസ്താവന. അപ്പോൾ 1ഉം 3ഉം പ്രസ്താവന ആയതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അതുപോലെ തന്നെ ആധുനിക ദളിതരുടെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. ആധുനിക ദളിതരുടെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും അയ്യങ്കാളിയാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും ആര് തന്നെയാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. അപ്പോൾ ആധുനിക ദളിതരുടെ പിതാവെന്നറിയപ്പെടുന്നു. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നതൊക്കെ എന്താണ്? അയ്യങ്കാളിയാണ്. അതുപോലെ തന്നെ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1911 അതുകൊണ്ട് ഓർത്തിരിക്കണേ. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് എന്നാണ്? 1911 അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. ഇനി ഈ സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റി. പുലയ മഹാസഭ എന്നാക്കി മാറ്റിയത് 1938 കേട്ടോ. അപ്പോൾ സാധുജന പരിപാലന സംഘത്തിൻ്റെ എന്താണ് പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? 1938 കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഊരൂട്ടമ്പല സ്കൂളിൻ്റെ പുതിയ പേര്, അത് കറണ്ട് അഫേഴ്സിൽ ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ് കേട്ടോ. ഊരൂട്ടമ്പല സ്കൂളിൻ്റെ പുതിയ പേരാണ് അയ്യങ്കാളി പഞ്ചമ സ്മാരക സ്കൂള്. അയ്യങ്കാളി പഞ്ചമ സ്മാരക സ്കൂള്. അതുപോലെ തന്നെ ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തി. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു. ആരുടെ വാക്കുകളാണ് ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു പറഞ്ഞത്? അയ്യങ്കാളിയാണ് കേട്ടോ. അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ പുലയരുടെ ആദ്യത്തെ വിപുലമായ സമ്മേളനം നടന്നത് കൊല്ലം സമ്മേളനമാണ് കേട്ടോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ പുലയരുടെ സമ്മേളനം നടന്നത് എവിടെയാണ്? കൊല്ലം സമ്മേളനത്തിലാണ്. 1915 ഈ സമ്മേളനം നടക്കുന്നത് എന്നുകൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അയ്യങ്കാളുടെ പരിശ്രമത്തിനൊടുവിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. അതുപോലെ അയ്യങ്കാളുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനുച്ഛാദനം ചെയ്തത് നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. എന്താണ്? അയ്യങ്കാളുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനുച്ഛാദനം ചെയ്ത ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്.
ഇനി അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടാണ് കേട്ടോ. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചിത്രകൂടത്താണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കുക കേട്ടോ. ചിത്രകൂട് എവിടെ സ്ഥിതി ചെയ്യുന്നത്? വെങ്ങാനൂരാണ് കേട്ടോ. ഈ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ വെങ്ങാനൂർ. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ്. അദ്ദേഹവുമായി റിലേറ്റ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ നടന്നിട്ടുള്ളത് ഈ വെങ്ങാനൂരാണ് കേട്ടോ. ഇനി പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം ചോദിക്കുകയാണ് തൃശ്ശൂരാണ് കേട്ടോ. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം, അതായത് ആ ഒരു സ്ഥലത്തിൻ്റെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അയ്യങ്കാളി ഭവനാണ്. അപ്പോൾ കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ആസ്ഥാനം തൃശ്ശൂർ, കേരള പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം ചോദിക്കുകയാണ് തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഭവനാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് വേറൊരു ചോദ്യമുണ്ട്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ്? 2010 കേട്ടോ. 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. ഇനി അയ്യങ്കാളിയെ കുറച്ച് വിശേഷണങ്ങൾ നമുക്ക് നോക്കിപ്പോകാം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവെന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? പി സനൽമോഹനാണ് കേട്ടോ. പി സനൽമോഹനാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവെന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരൻ. കേരള സ്പാർട്ടക്സ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. കേരള സ്പാർട്ടക്സ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? അയ്യങ്കാളി. ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് EK നയനാറാണ്. ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ് അയ്യങ്കാളി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? EK നയനാറാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. പുലയ രാജ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും ആര് തന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് അയ്യങ്കാളിയെക്കുറിച്ച് നമുക്ക് ഇത്രയും അറിഞ്ഞിരിക്കേണ്ടത്. ഇത്ര റിപ്പീറ്റ് ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ 1863 ഓഗസ്റ്റ് 28 പ്ലാവത്തറ വീടിൽ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനനം. നാമം, അതായത് ബാല്യകാല നാമം എന്താണ്? കാളി എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘം, വില്ലുവണ്ടി സമരം, പിന്നെന്താണ് കല്ലുമാല സമരം ഒക്കെ ഈ ഒരു അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്? തിരുവിതാംകൂറിൽ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണരെ വഹിച്ചിരുന്ന അക്രമാദിത്വത്തിനെതിരെ 10,000 പേരിലധികം ഒപ്പിട്ട ഭീമ ഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. ശരിയാണോ? ശരിയാണല്ലേ. ഡോക്ടർ പൽപുവിനാണ് മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത്. പ്രസ്താവന ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ശരിയാണോ? ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം പ്രസ്താവനയാണ് ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ D ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് 10th ലെവൽ പ്രിലിം സ്റ്റേജ് 5 ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താണ് മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞത്? എന്താണ് മലയാളി മെമ്മോറിയൽ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഒരുപാട് പേർക്ക് അറിയാമായിരിക്കില്ലേ. അറിയാത്തവർക്ക് വേണ്ടി പറയാം മലയാളി മെമ്മോറിയൽ എന്താണെന്ന്. മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവിതാംകൂറിൽ പണ്ട് കാലത്ത് ഉന്നത ജോലി, അതായത് ഉന്നത പദവിയിലുള്ള ജോലി തമിഴ് ബ്രാഹ്മണന്മാർക്കാണ് നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ്, ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ ജാതി അടിസ്ഥാനത്തിൽ തമിഴ് ബ്രാഹ്മണന്മാരാണ് ഉന്നതമായിട്ടുള്ള എല്ലാ ജോലികളും തിരുവിതാംകൂറിൽ പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെതിരെ അവിടുത്തെ ജനങ്ങൾ നടത്തിയിട്ടുള്ളൊരു പ്രക്ഷോഭമാണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. മലയാളി മെമ്മോറിയൽ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉന്നത ജോലിയിൽ തദ്ദേശീയർക്ക് നൽകുക, അതായത് ഏറ്റവും ഉയർന്ന ജോലികൾ എന്ത് ചെയ്യുക, അവിടെയുള്ള ആളുകൾക്ക്, അതായത് ആ തിരുവിതാംകൂറിലുള്ള ആളുകൾക്ക് നൽകുക എന്നതാണ് ഈ ഒരു മലയാളി മെമ്മോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു സംഭവം കൂടിയാണ് കേട്ടോ ഈ മലയാളി മെമ്മോറിയൽ. അതായത് മലയാളി മെമ്മോറിയൽ എന്ത് ചെയ്തു, തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു സംഭവം കൂടിയാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂറിൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾക്കൊന്നും ഉയർന്ന സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊന്നും ജോലി ലഭിച്ചിരുന്നില്ല. തമിഴ് ബ്രാഹ്മണന്മാർക്കായിരുന്നു ഈ ജോലികളെല്ലാം കൊടുത്തിരുന്നത്. അപ്പോൾ അതിനെതിരെ അവിടുത്തെ ജനങ്ങൾ നടത്തിയൊരു പ്രക്ഷോഭമാണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് കേട്ടോ. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് മലയാളി മെമ്മോറിയൽ. ഇനി
തിരുവിതാംകൂറാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മലയാളി മെമ്മോറിയലാണ് കേട്ടോ. തിരുവിതാംകൂറാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് ഏത്? മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മലയാളി മെമ്മോറിയലിൻ്റെ ഒരു എന്താ പറയുക, ഒരു മുദ്രാവാക്യം ചോദിക്കുവാണെങ്കിൽ തിരുവിതാംകൂർ ആർക്കാണ്? അവിടെയുള്ള ആളുകൾക്ക്, അല്ലാണ്ട് പുറത്തുനിന്ന് വന്ന തമിഴ് ബ്രാഹ്മണന്മാർക്കല്ല കൊടുക്കേണ്ടത്. തിരുവിതാംകൂറിൽ ജീവിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾക്കാണ് ഈ ജോലികളെല്ലാം നൽകേണ്ടതെന്നാണ് മുദ്രാവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് മുദ്രാവാക്യം? തിരുവിതാംകൂറുകാർക്ക് എന്നാണ് മുദ്രാവാക്യത്തിൽ പറയുന്നത് കേട്ടോ. ഇനി മലയാളി മെമ്മോറിയൽ നേതൃത്വം കൊടുത്ത ആരാന്ന് വെച്ചാൽ GP പിള്ളയാണ് കേട്ടോ. GP പിള്ളയാണ് ഈ മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത ആരാണ്? GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതെന്ന് ഓർത്തിരിക്കുക. ഇനി ഈ മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം എന്താണ്? മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയത് കണ്ടോ? മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം യൂണിവേഴ്സിറ്റി LGS പ്രിലിം സ്റ്റേജ് 1 ചോദിച്ചുള്ള ചോദ്യമായിരുന്നു കേട്ടോ. എന്നാണ്? 1891 കേട്ടോ. 1891 ജനുവരി 1 തീയതിയാണ് കേട്ടോ. 1891 ജനുവരി 1 ഈ മലയാളി മെമ്മോറിയൽ എന്ത് ചെയ്തത്? കൊണ്ടുവന്നത്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷമാണ് ചോദിക്കുന്നത്. 1891 ജനുവരി 1. ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവമാണ് ഈ മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം എന്ന് ചോദിക്കുന്നത് ഏതാണ്? അത് ഈ മലയാളി മെമ്മോറിയലാണ്. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടവരുടെ എണ്ണം 1028 പേര്. 1028 പേരാണ് ഇതിനകത്ത് ഒപ്പിട്ടത്. 1028 പേരാണ് എന്ത് ചെയ്തത്? ഈ ഒരു മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടത്. നേതൃത്വം നൽകിയത് ആരായിരുന്നു? എന്നോടൊപ്പം പറഞ്ഞേ, GP പിള്ളയായിരുന്നു. ബാരിസ്റ്റർ GP പിള്ളയായിരുന്നു മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തതെന്ന് കൂടി ഓർക്കുക. ഈ മലയാളി മെമ്മോറിയൽ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു 1028 പേര് ഒപ്പിട്ടു എന്ന് പറഞ്ഞില്ലേ. ഇതിനകത്ത് ആദ്യമായിട്ട് നിവേദനത്തിൽ ഒപ്പിട്ടത് ആരാന്ന് ചോദിക്കുവാണെങ്കിൽ KP ശങ്കരമേനോനാണ് കേട്ടോ. ആരാണ്? KP ശങ്കരമേനോനാണ്. ആരാണ്? KP ശങ്കരമേനോനാണ്. മൂന്നാമതായി ഒപ്പിട്ടത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. മൂന്നാമതായിട്ട് ഒപ്പിട്ടത് ഡോക്ടർ പൽപ്പു. ആദ്യത്തെ ഒപ്പിട്ടത് KP ശങ്കരമേനോൻ. മൂന്നാമത്തെ ഒപ്പിട്ടത് എന്താണ്? ഡോക്ടർ പൽപ്പു ആണ്. മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാണെന്ന് വേണം ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരാണ്? CV രാമൻപിള്ളയാണ് കേട്ടോ. ആരാണ്? CV രാമൻപിള്ള. CV രാമൻപിള്ളയാണ് മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ. ആരാണ്? സാഹിത്യകാരൻ. ഇനി തിരുവിതാംകൂറുകാർക്ക് എന്നാണ് എന്തിൻ്റെ മുദ്രാവാക്യം? മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞു അല്ലേ. ഈ ഒരു തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതി തയ്യാറാക്കിയത് ചോദിച്ചാലും ഈ ബാരിസ്റ്റർ GP പിള്ള തന്നെയാണ് കേട്ടോ. അപ്പം മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയ GP പിള്ള തന്നെയാണ് തിരുവിതാംകൂറുകാർക്ക് എന്ന് പറഞ്ഞ ലഘുലേഖ എഴുതി തയ്യാറാക്കിയത്. ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ മറക്കാതെ ഒന്ന് ഓർത്തിരിക്കണം. ഇനി സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് പ്രതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ്? മലയാളി മെമ്മോറിയലാണ് അല്ലേ. 10th ലെവൽ പ്രിലിം സ്റ്റേജ് 3 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അത്. മലയാളി മെമ്മോറിയലാണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്കും അതേ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം. 1896 ഈഴ മെമ്മോറിയൽ നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഈഴ മെമ്മോറിയൽ നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. അതുപോലെ ഈ മലയാളി മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിക്കപ്പെട്ടത്? ശ്രീമൂലം തിരുനാളിനാണ് കേട്ടോ. ശ്രീമൂലം തിരുനാളിനാണ് എന്ത് സമർപ്പിക്കപ്പെട്ടത്? ഈ ഒരു മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ശ്രീമൂലം തിരുനാളിനാണ്. ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാളിനാണ് ഈ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അപ്പം മലയാളി മെമ്മോറിയലിൽ നമ്മൾ പറഞ്ഞിരുന്നു എഴുതി തയ്യാറാക്കിയത് ആരാണ്? CV രാമൻപിള്ളയാണ്. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് ആരാണ്? CV രാമൻപിള്ളയാണ് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയത് ആരാണ്? CV രാമൻപിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനും ആര് തന്നെയാണ്? അദ്ദേഹം തന്നെയാണ് കേട്ടോ. അപ്പോൾ രണ്ട് രീതി ചോദിക്കാം. വേണമെങ്കിൽ എന്ത് ചോദിക്കാം? മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയതാരെന്ന് ചോദിക്കാം. ആരാണ്? CV രാമൻപിള്ളയാണ്. അതുപോലെ തന്നെ എഴുതി തയ്യാറാക്കിയത് CV രാമൻപിള്ള. മലയാളി മെമ്മോറിയൽ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ചോദിക്കുവാണെങ്കിലും ആര് തന്നെയാണ്? CV രാമൻപിള്ള തന്നെയാണ്.
ഇനി മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ആരാന്ന് വെച്ചാൽ ഡി രാമറാവു ആണ്. ആരാണ്? ഡി രാമറാവു ആണ് തിരുവിതാംകൂറിൽ എന്ത് ചെയ്ത് ഈ ഒരു മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ദിവാൻ. ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. ഇനി മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻ പിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം ഞാൻ പറഞ്ഞിരുന്നു തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതി തയ്യാറാക്കിയത് ആരായിരുന്നു? ഈ ബാരിസ്റ്റർ GP പിള്ളയാണ് നമ്മൾ പറഞ്ഞല്ലേ. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻ പിള്ള ലേഖനങ്ങൾ എഴുതിയത് ഏത് പത്രത്തിലാണെന്ന് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ്? മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻ പിള്ള ലേഖനം എഴുതിയത് ഏത് പത്രത്തിലാണെന്ന്. ഏത് പത്രത്തിലാണ്? മിത ഫാഷി എന്ന് പറഞ്ഞ പത്രത്തിലാണ് കേട്ടോ. മിത ഫാക്ഷി എന്ന് പറഞ്ഞ പത്രത്തിലാണ് ലഘുലേഖ എഴുതി തയ്യാറാക്കിയത്. ഏത് പത്രത്തിലാണ്? മിത ഫാഷി എന്ന് പറഞ്ഞ പത്രത്തിലാണ് മലയാള മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻ പിള്ള ലേഖനങ്ങളൊക്കെ എഴുതി തയ്യാറാക്കിയത്. ഇനി മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് CV രാമൻ പിള്ള രചിച്ച പുസ്തകം ചോദിക്കുകയാണെങ്കിൽ വിദേശീയ മേധാവിത്വമാണ് കേട്ടോ. വിദേശീയ മേധാവിത്വമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, തിരുവിതാംകൂറിൽ ജനിച്ചു വളർന്ന് അവിടെ ജീവിക്കുന്നവർക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഉയർന്ന ഉദ്യോഗങ്ങളിൽ അവർക്ക് കൂടി അവസരം കൊടുക്കണമെന്ന് പറഞ്ഞുണ്ടായ ഒരു പ്രക്ഷോഭമാണ് ഈ ഒരു മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞത്. പണ്ട് കാലത്ത് തമിഴ് ബ്രാഹ്മണന്മാർക്കായിരുന്നു ഉയർന്ന ഉദ്യോഗങ്ങളിലൊക്കെ ജോലി കൊടുത്തിരുന്നത്. അതല്ല, തങ്ങൾക്കും കൂടി ഒരു അവസരം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു കുറേ ആളുകൾ 1028 പേർ ഒപ്പിട്ട ഒരു നിവേദനം ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച സംഭവമാണ് ഏത്? മലയാളി മെമ്മോറിയൽ. അപ്പോൾ തിരുവിതാംകൂറുകാർക്ക് എന്നാണ് ഇതിൻ്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം നമ്മൾ രാജാവിന് സമർപ്പിക്കുമ്പോൾ ആർക്കെതിരെയാണ് സമർപ്പിക്കുന്നത്? ഈ തമിഴ് ബ്രാഹ്മണന്മാർ ഇതിനകത്ത് മേധാവിത്വം കൈകാര്യം ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടാണ് സമർപ്പിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അവരും റിയാക്ട് ചെയ്യുമല്ലോ. തമിഴ് ബ്രാഹ്മണന്മാർ അവരും റിയാക്ട് ചെയ്തു. അവരെന്ത് ചെയ്ത് സമർപ്പിച്ചു? എതിർ മെമ്മോറിയൽ സമർപ്പിച്ചു. അതായത് ഇതിനെതിരായിട്ടൊരു മെമ്മോറിയൽ ആര് സമർപ്പിച്ചു? ഈ തമിഴ് ബ്രാഹ്മണന്മാർ കൊണ്ടേ സമർപ്പിച്ചു. ആ ഒരു സംഭവത്തെയാണ് എതിർ മെമ്മോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മലയാളി മെമ്മോറിയലിന് എതിരായിട്ട് വന്നതാണ് ഏത്? എതിർ മെമ്മോറിയൽ. അപ്പോൾ മലയാളി മെമ്മോറിയൽ എതിരായിട്ട് വരുമ്പോൾ ആരാ സമർപ്പിച്ചത്? ഓട്ടോമാറ്റിക് നമുക്ക് ചിന്തിക്കാം അല്ലേ? തമിഴ് ബ്രാഹ്മണന്മാരാണിത് സമർപ്പിച്ചത്. എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 ജൂൺ 3-ാം തീയതിയാണ്. അതേ വർഷം തന്നെയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞിരുന്നു മലയാളി മെമ്മോറിയൽ എന്ന് സമർപ്പിച്ചേ, മലയാള മെമ്മോറിയൽ എന്ന് സമർപ്പിച്ചേ 1891 ജനുവരി 1-ാം തീയതിയാണ് മലയാളി മെമ്മോറിയൽ. അത് ഞങ്ങൾക്ക് കൂടി ഒരു അവസരം നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമൂലം തിരുനാളിന് 1028 പേര് ഒപ്പിട്ട ഒരു നിവേദനം സമർപ്പിക്കുന്നു. അത് കണ്ട് നമ്മുടെ ബ്രാഹ്മണന്മാരും ഉണ്ടായിരിക്കുമോ? ഇല്ല. അവർ സമർപ്പിച്ച ഒരു എതിർ മെമ്മോറിയൽ, രാജാവിന് ഒരു എതിർ മെമ്മോറിയൽ സമർപ്പിച്ചു. അതും അതേ വർഷം തന്നെയാണ് 1891 ജൂൺ 3-ാം തീയതി. എന്നാണ്? ജൂൺ 3-ാം തീയതിയാണിത് സമർപ്പിക്കുന്നത്. ജൂൺ 3-ാം തീയതിയാണിത് സമർപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച് 5 മാസം കഴിഞ്ഞപ്പോഴാണ് എതിർ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് കേട്ടോ. ഈ എതിർ മെമ്മോറിയലിലെ പ്രധാന നേതാക്കൾ ഈ രാമയ്യരും രാമനാഥ റാവുമാണ് കേട്ടോ. ഈ രാമയ്യരും രാമനാഥ റാവുമാണ് എതിർ മെമ്മോറിയലിലെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഈഴവ മെമ്മോറിയലിനെ കുറിച്ച് പഠിക്കാം. അതായത് തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ശ്രീമൂലം തിരുനാൾ സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. അപ്പോൾ ഈ ഒരു വാക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിലെ ഉന്നത ജോലികളിൽ തങ്ങൾക്കും ഒരു പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ ആളുകൾ തിരുവിതാംകൂറിലെ ആൾ സമർപ്പിച്ചാണ്. ഈഴവ മെമ്മോറിയൽ തിരുവിതാംകൂറിലെ ജോലികളിൽ ഈഴവർക്കും കൂടി ഒരു അവസരം നൽകണമെന്ന് പറഞ്ഞിട്ട് അവർ സമർപ്പിച്ച ഈ ഒരു നിവേദനമാണ് ഏത്? ഈഴവ മെമ്മോറിയൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ വാക്കിൽ തന്നെ ഉണ്ട്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു. ഈഴവർ തങ്ങൾ കൂടി പ്രാതിനിധ്യം നൽകണം തിരുവിതാംകൂറിലെ ജോലികളിൽ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ചൊരു നിവേദനമാണ്. ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ. ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? മാറിപ്പോവരുത്, ബാരിസ്റ്റർ GP പിള്ളയാണ്. ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം എന്താണ്? 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. സെപ്റ്റംബർ 3-ാം തീയതി. 1896 സെപ്റ്റംബർ 3-ാം തീയതിയാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ, ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബയ്യാണ് കേട്ടോ. ശങ്കര സുബയ്യ. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? പറഞ്ഞേ, ആരാ? ഡി രാമറാവു. ആരാണ്? ഡി രാമറാവു. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച ആരായിരുന്നു? തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബ്ബയ്യ ആയിരുന്നു.
13,176 പേരാണ് ഇതിനകത്ത് ഒപ്പിട്ടത്. എത്രയാണ്? 13,176 പേര് കേട്ടോ. 13,176 പേരാണ് ഈഴം മെമ്മോറിയൽ ഒപ്പിട്ടത്. നമ്മുടെ മലയാളി മെമ്മോറിയലാണെങ്കിലോ 10,028 പേരാണ് ഇതിനകത്ത് ഒപ്പിട്ടത്. നമ്മുടെ മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടത്. ഈഴം മെമ്മോറിയൽ ഒപ്പിട്ടത് 13,176 പേരാണ് ഒപ്പിട്ടത്. രണ്ടാം ഈഴം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആരാണ്? കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴം മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അത് ഈഴം മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ്? അത് നമ്മുടെ ശ്രീമൂലം തിരുനാളിലാണ് കേട്ടോ. അതായത് ആദ്യത്തെ ഈഴവ മെമ്മോറിയൽ 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ 13,176 പേര് ഒപ്പിട്ടത് സമർപ്പിച്ച ശ്രീമൂലം തിരുനാളിലാണ്. പിന്നീട് രണ്ടാം ഈഴവ മെമ്മോറിയൽ വന്നു. അത് സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിനാണ്. 1900 ഈ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കേട്ടോ. 1900 ആദ്യത്തേതാണെങ്കിലോ ആദ്യത്തെ എന്നായിരുന്നു 1896 സെപ്റ്റംബർ 3 ഇനി രണ്ടാം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര് തന്നെയാണ്? ഡോക്ടർ പൽപ്പു തന്നെയാണ് രണ്ടാം ഈഴവ മെമ്മോറിയലിനും നേതൃത്വം നൽകിയത് കേട്ടോ. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്തായിരുന്നു നമ്മൾ ഈഴവ മെമ്മോറിയലിനെ കുറിച്ച് മലയാള മെമ്മോറിയലിനെ കുറിച്ച് നോക്കിയല്ലേ. ഇനി തിരുവിതാംകൂർ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1898 ഡോക്ടർ പൽപ്പു നേതൃത്വം നൽകിയ ഈഴവ മെമ്മോറിയൽ ശരിയാണോ? തെറ്റാണല്ലേ. 1896 ബാരിസ്റ്റർ GP പിള്ളയാണ് നേതൃത്വം മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത്. ശരിയാണോ? അതും തെറ്റാണ്. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന നിവർത്തന പ്രക്ഷോഭം ശരിയാണോ? ആ പ്രസ്താവന ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ് കേട്ടോ ഇവിടെ ശരിയായിട്ട് വരുന്നത്. അടുത്ത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനകത്ത് നിന്ന് ഓർത്തിരിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു. ഒന്ന് ചുരുക്കി പറയാം. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ. ആ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണെന്ന് ഓർക്കുക. ഇത് തൊഴിലിന് വേണ്ടിയിട്ട് നടത്തിയ ഒരു സമരമാണ്. ഈഴവ മെമ്മോറിയലായാലും മലയാളി മെമ്മോറിയലായാലും. ഇതിൽ മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുവിതാംകൂറിൽ പണ്ട് കാലത്ത് ബ്രാഹ്മണന്മാർക്ക്, അതായത് ഉയർന്ന കുലത്തിൽ പിറന്ന ബ്രാഹ്മണന്മാർക്കായിരുന്നു ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ഉയർന്ന ജോലി ലഭിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കൂടി ഈ ഉയർന്ന ജോലികൾ ലഭിക്കണം, അതായത് വിദ്യാസമ്പന്നരായിട്ടുള്ള തിരുവിതാംകൂറിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന ഞങ്ങൾക്ക് കൂടി തൊഴിൽ അവസരം ലഭിക്കണം എന്ന് പറഞ്ഞ് 10,028 പേര് നമ്മുടെ ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിന് ഒരു നിവേദനം സമർപ്പിച്ചു. തിരുവിതാംകൂറുകാർക്ക് എന്തായിരുന്നു മുദ്രാവാക്യം? ഈ ഒരു ഇതിനുമായി ബന്ധപ്പെട്ടുള്ളത്, മലയാള മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒപ്പിട്ടൊരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് മലയാളി മെമ്മോറിയൽ എന്ന് വിളിക്കുന്നത്. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. ഇനി ഈ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചിരുന്നപ്പോൾ ഇത് ആർക്കെതിരെയാണ് സമർപ്പിച്ചത്? ഈ ഒരു ഉന്നത കുലത്തിൽ ജോലിയിൽ ഇരുന്നിട്ടുള്ള ബ്രാഹ്മണന്മാർക്ക് എതിരാണ് സമർപ്പിച്ചത്. അപ്പോൾ അവർ എതിർ മെമ്മോറിയൽ സമർപ്പിക്കുന്നു. ഏത് വർഷം? അതേ വർഷം തന്നെ 1891 ജൂൺ 3 ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുവിതാംകൂറിലെ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു നിവേദനമാണ് ഏത്? ഈഴവ മെമ്മോറിയൽ. 13,176 പേര് ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലാണ് ഇത് സമർപ്പിക്കുന്നത്. ആർക്കാണ് സമർപ്പിച്ചത്? നമ്മുടെ ശ്രീമൂലം തിരുനാളിന് തന്നെയാണ് സമർപ്പിച്ചത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 സമർപ്പിക്കുന്നു. അത് ആർക്കാണ് സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിനാണ് സമർപ്പിച്ചത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു മലയാളി അല്ലെങ്കിൽ ഈഴവ മെമ്മോറിയലിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. നിങ്ങൾ ഇനി ഒരിക്കലും ഇന്നൊരു ചോദ്യം പോലും വന്നാലും മിസ് ചെയ്യാണ്ട് എഴുതണം കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറക്കണ്ട, അതൊരു ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ